ഹായ്, വെൽക്കം ടു ട്രിക്ക് ചാനൽ. നമ്മുടെ ഫോണിൽ പല സെറ്റിങ്സുകളും നമ്മൾ ഓഫായി കിടക്കുന്നുണ്ടാവും. നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോമിൽ നമ്മുടെ ഈ സെറ്റിങ്സ് ഓഫാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വീഡിയോ, ഫോട്ടോസൊക്കെ ലീക്കാവാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ സൈറ്റുകളിലൊക്കെ നമ്മൾ കയറുന്നവരാണെങ്കിൽ, ഈ സൈറ്റുകളിൽ കയറി വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നവരും വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ, ഈ സൈറ്റുകളിൽ പല പ്രോസസ്സിങ്ങും നടക്കുന്നുണ്ട്. നമ്മുടെ പല പ്രൈവറ്റ് ഡാറ്റകളും ലീക്കാവാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ക്രോമിൽ ഈ സെറ്റിങ്സുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായി വീഡിയോയിലോട്ട് പോകാം. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുവാൻ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മൾ വെബ് ക്രോം ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം വലതുവശത്തുള്ള 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് വന്നാൽ അവിടെ സെറ്റിങ്സ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കുറച്ച് താഴത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് ഓണാക്കി കൊടുക്കുന്നത്. അത് മുകളിലത്തെ ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയിടുക. ഇനി പുറകിലോട്ടൊന്ന് പോയിട്ട് കുറച്ച് താഴത്തേക്ക്, അതിൻ്റെ നേരെ താഴെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അൽവൈസ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫായിട്ടാണ് എൻ്റെ സെറ്റിങ്സിലുള്ളത്, അത് നമുക്ക് ഓണാക്കിയിടണം. അതിനായി മുകളിലത്തെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഓണായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഈ സെറ്റിങ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഡാറ്റകൾ, അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് ലീക്കാവാതിരിക്കാനും നമ്മുടെ പ്രൈവസിയെ ബാധിക്കാതിരിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഈ സെറ്റിങ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.